നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു 12 വോൾട്ട് 15 ബാറ്ററിയാണ് നിർമ്മിക്കാൻ പോകുന്നത്. ഇത് നമ്മൾ ഓൾറെഡി സോൾഡർ ചെയ്ത് വെച്ചതാണ്. അപ്പോൾ ഇതൊക്കെ സോൾഡർ ചെയ്യേണ്ട എല്ലാവർക്കും അറിയാമല്ലോ, പല യൂട്യൂബ് ചാനലിൽ നമ്മൾ കാണുകയാണ്. അതുകൊണ്ട് ഞാൻ സോൾഡർ ചെയ്തതിൻ്റെ ശേഷമാണ് ഇത് കാണിക്കുന്നത്. ഇനിയിപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ, അതിന് കുറച്ച് കാര്യം പറയാം. നമ്മളെല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണുന്നവരാണല്ലോ. അപ്പോൾ ഇത് സോൾഡർ ചെയ്യേണ്ട മുമ്പ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഞാൻ അപ്പോൾ നിങ്ങളോട് പറയാൻ പോകുന്നത്. നമ്മൾ ഏത് ഈ ബാറ്ററികളൊക്കെ സോൾഡർ ചെയ്യേണ്ട മുമ്പേ ഒരേ വോൾട്ടിലായിരിക്കണം. ഫുൾ ചാർജ് ആയിക്കൊള്ളുന്നില്ല. ഫുൾ ചാർജ് ആക്കിയിട്ട് നല്ലതാണ്. ഒക്കെ ഫുൾ ചാർജ് ആക്കിയതിന് ശേഷം 4.2 വോൾട്ടിൽ ചാർജ് ആക്കിയിടുക. അന്നേരം ഇതെല്ലാം സോൾഡർ ചെയ്താൽ നല്ലതാണ്. അതിൻ്റെ കാരണം എന്താ വെച്ചാൽ, നമ്മളിപ്പോൾ ഈ ഒരു ലൈനിലെ ബാറ്ററിയിൽ ഒരു വോൾട്ടും ഇതിലൊരു വോൾട്ടും ആയി കഴിഞ്ഞാൽ എന്താവും, ഏറ്റവും കൂടുതലുള്ള ചാർജ് ഏതിലാണോ അത് ഫുൾ ചാർജ് ആകുമ്പോൾ നമ്മളെ VMS എന്താവും, കട്ടായി പോകും, ചാർജിങ് അവസാനിപ്പിക്കും. അപ്പോൾ മറ്റുള്ള ബാറ്ററി ഫുൾ ചാർജ് ആയിട്ടുണ്ടാവില്ല. അന്നേരം എന്തായി സംഭവിക്കുക, നമ്മളിത് സ്റ്റാൻഡ് ബൈയിൽ നമുക്ക് എത്ര വോൾട്ട്, ഫുള്ള് 12.6 വോൾട്ട് ഒരിക്കലും കിട്ടില്ല. അപ്പോൾ പലവരും ഇതിങ്ങനെ പറയുന്നുണ്ട്, നമ്മൾ ഇങ്ങനെ ചെയ്തിട്ട് നമുക്ക് 12.6 വോൾട്ട് സ്റ്റാൻഡ് ബൈയിൽ കിട്ടുന്നില്ലല്ലോ, അങ്ങനെയുള്ള പല കംപ്ലൈൻറ്റുകളും പറയലുണ്ട്. ഇതിൻ്റെ കാരണം ഇതാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇപ്പോൾ ഇത് 4.4 വോൾട്ട് ഇല്ലെങ്കിൽ പോലും, 4.2 വോൾട്ട് ഇല്ലെങ്കിൽ പോലും, എത്ര കുറഞ്ഞ വോൾട്ടാണെങ്കിലും എല്ലാ ബാറ്ററിയും ഒരേ ചാർജിലായിരിക്കണം എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. അപ്പോഴേ സംഭവം നടക്കുകയുള്ളൂ. എന്നിട്ട് നമുക്ക് ഇതിൽ തന്നെ VMS തന്നെ ഫുൾ ചാർജ് ആക്കി എടുക്കാം. അതുപോലെ തന്നെ പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ ആംബിയർ. ഇതിപ്പോൾ 200 മില്ലി ആംബിയറിനാണ് ബാറ്ററിയാണ് ഇത്. അന്നേരം 2 ആംബിയർ ആണ് അപ്പോൾ നമുക്ക് ഈ ഒരു ബാറ്ററിയിലുള്ളത്. അപ്പോൾ ഇതിങ്ങനെ കൂട്ടുമ്പോൾ ഇവിടെ നമ്മളിങ്ങനെ ഇതിങ്ങനെ സോൾഡർ ചെയ്തിട്ടുണ്ടല്ലോ, പ്ലസും മൈനസും 12 വോൾട്ട് ആക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഇങ്ങനെ സോൾഡർ ചെയ്യുമല്ലോ. അന്നേരം ഇതിപ്പോൾ 200 മില്ലി ആംബിയറിൻ്റെ ബാറ്ററി ആണെങ്കിൽ പോലും നമുക്കിവിടെ 600 കിട്ടത്തില്ല. ഈ 3 ബാറ്ററി കൂടുമ്പോൾ 3 കൂടി കൂട്ടിയാലും നമുക്ക് ഈ ആംബിയറേ കിട്ടുള്ളൂ, 2000 ആംബിയർ. അതായത് 2 ആംബിയർ ബാറ്ററിയായി മാറും ഇത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക, ഇതെല്ലാം ഒരേ ആംബിയറിലുള്ള ബാറ്ററിയാണ്. നമ്മളിപ്പോൾ ബാറ്ററി ചിലവരൊക്കെ ഈ ലാപ്ടോപ്പൊക്കെ റിപ്പയർ ചെയ്യുന്ന കടയിൽ പോയിട്ട് സെക്കൻഡ് ഹാൻഡ് ബാറ്ററി വാങ്ങും. ഒഴിവാക്കിയ ബാറ്ററി വാങ്ങിയിട്ട് അതിൽ നല്ല ബാറ്ററി എടുത്തൊക്കെ ഉപയോഗിക്കും. അങ്ങനെ പല ബാറ്ററികളും മിസ്സാക്കിയിട്ട് ഇത് ചെയ്താലുള്ള കുഴപ്പം എന്താ വെച്ചാൽ, ഇപ്പോൾ ഇത് 2000 ആംബിയറിൻ്റെ ബാറ്ററിയാണ്. ഇത് ഫുള്ളായിട്ട് MEHൻ്റെ ബാറ്ററിയാണ് ഫുള്ളായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. 18 ബാറ്ററി ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഇങ്ങനെ നമ്മൾ സിംഗിൾ ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഇതിങ്ങനെ ഒന്ന് സോൾഡർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് 12 വോൾട്ട് ആയല്ലോ, അതുപോലെ തന്നെ ചെയ്തപ്പോൾ ഇതിൻ്റെ എത്ര വെച്ചാൽ 1200 മില്ലി ആംബിയറാണ്. ഇതൊരു 3 ബാറ്ററി അതേ അളവിലുള്ള ബാറ്ററിയാണ്. അപ്പോൾ ഇത് തീ കൂട്ടി കൊടുത്താൽ എന്ത് ചെയ്യും, മറ്റ് ബാറ്ററിയൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് എന്താവും, 1200 മില്ലി ആംബിയർക്ക് മാറും. അന്നേരം നമുക്ക് ബാക്കപ്പ് കിട്ടൂല. അപ്പോൾ എല്ലാവരും ഇത് ശ്രദ്ധിച്ച് ചെയ്യുക, ഇത്തരം കാര്യങ്ങൾ. ഇതാണിപ്പോൾ നമ്മൾ ചെയ്യേണ്ട രീതി. ഇവിടെ പ്ലസ്, ആ പ്ലസ്സിന് മൈനസ് കൊടുത്തു, ഈ മൈനസ് ഉള്ളത് അത് ഇവിടുന്ന് അതിൻ്റെ പോസിറ്റീവ് എടുത്ത് ഇവിടെ നെഗറ്റീവ് കൊടുത്തു. അപ്പോൾ അന്നേരം ഇവിടെ ഒരു പ്ലസ് ബാക്കിയുണ്ട്, ഇവിടെ ഒരു മൈനസ് ബാക്കിയുണ്ട്. അല്ലെങ്കിൽ വയർ ഇങ്ങനെ സോൾഡർ ചെയ്തിട്ടുണ്ട്. ഇതാണിപ്പോൾ കണക്ഷൻ. ഇത്രയേ ഉള്ളൂ. ഇനിയുള്ളതൊക്കെ നമ്മളിങ്ങനെ കൂട്ടി കൊണ്ടുവന്നാൽ മതി. ഇതുപോലെ തന്നെ ഇനി വീണ്ടും ഇങ്ങനെ ചെയ്താൽ മതി. ഇവിടെ പ്ലസ്, ഇത് മൈനസിൻ്റെ അടുത്ത് മൈനസ്, ഇവിടെ പ്ലസ്, ഇതിങ്ങനെ നീട്ടി ഇങ്ങനെ നമ്മളൊക്കെ ഇതിൽ ചെയ്തിട്ടുള്ളത്. ഇതുപോലെ ചെയ്താൽ മതി. അപ്പോൾ ഇതാണ് ലിഥിയം അയൺ ബാറ്ററി നിർമ്മാണം. എല്ലാവരും ഇത് ശ്രദ്ധിച്ച് ചെയ്യുക. വോൾട്ടും ആംബിയറും കറക്റ്റായിട്ടുള്ളത് കൊടുക്കണം. നമ്മൾ എപ്പോൾ സോൾഡർ ചെയ്യുകയാണെങ്കിലും, സോൾഡർ ചെയ്യുക, മറ്റേ വെൽഡിങ് ചെയ്യുക, എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ സ്പോട്ട് വെൽഡിംഗ് ഒക്കെ ചെയ്യും ചിലവർ. അന്നേരമൊക്കെ അത് ബാറ്ററിൻ്റെ ചാർജുകളൊക്കെ ഒരേപോലെ ആക്കുക, ഒരേമാതിരിയുള്ള ആംബിയറിൻ്റെ എടുക്കുക. 3.7 വോൾട്ട് ആണെങ്കിൽ നമ്മൾ മൾട്ടിമീറ്റർ വെച്ച് നോക്കിയാൽ നമുക്കൊരു ബാറ്ററിയിൽ 4.2 ആണ് കാണിക്കാറുള്ളത്. അങ്ങനെ ചെയ്യുക, എന്നെങ്കിലേ ബാറ്ററിൻ്റെ ഫുൾ ബാക്കപ്പ് കിട്ടുള്ളൂ. ഞാൻ അപ്പോൾ ഇതുകൊണ്ട് ഇവിടെ BLDC ഫാനൊക്കെ 220 വോൾട്ടിൻ്റെ കൺവെർട്ടർ ഉപയോഗിച്ച് കണ്ട് വർക്ക് ചെയ്യിച്ചിട്ട് നല്ല ബാക്കപ്പ് ഇട്ടുണ്ട് ഈ ബാറ്ററിക്ക്. ഞാൻ ഇതിപ്പോൾ ഇതിൻ്റെ കണക്ഷനുകളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ VMS പോസിറ്റീവും
നെഗറ്റീവ് എടുത്തിട്ട് ഇവിടെ സോൾഡർ ചെയ്തിട്ടുണ്ട്. ഇതൊരു ഫ്യൂസാണ്, അഥവാ പെട്ടെന്ന് നമുക്കറിയാലോ പെട്ടെന്ന് തീ പിടിക്കും. നമ്മൾ വിചാരിച്ച മാതിരിയല്ല, പെട്ടെന്ന് തീ പിടിക്കുന്ന ഒരു സംഭവമല്ല നമ്മൾ ഈ DC പവർ എന്ന് പറയുന്നത്. അപ്പോൾ അത്രയും സംഭവങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടി ഇവിടെ ഒരു ഫ്യൂസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് ഇതിൻ്റെ പോസിറ്റീവ് നേരെ ഫ്യൂസിക്കാണ് കൊടുത്തിട്ടുള്ളത്, ബാറ്ററിമെന്ന്. അതിൽ നിന്നാണ് സ്വിച്ചിക്കും ചാർജർക്കും ഒക്കെ ലൈന് പോകുന്നത്. പിന്നെ ഇവിടെ 2 വയറുണ്ട്. ചാർജിനായിട്ട് ഇവിടെ ഒരു DC സോക്കറ്റാണ് വെച്ചേക്കുന്നത്. പിന്നെ ഇത് വെക്കാനായിട്ട് നമ്മളിങ്ങനെ ഒരു ബോക്സ് നിർമ്മിച്ചെടുത്തിട്ടുണ്ട്. ഇത് എങ്ങനെ ഉണ്ടാക്കരുത് എന്നുള്ളത് ഞാനൊരു വീഡിയോ ഇതിൻ്റെ മുമ്പ് ചെയ്തിട്ടുണ്ട്, കാർ സ്റ്റീരിയോ പാർട്ട് 1 എന്ന് പറഞ്ഞിട്ട്. അതിൽ ഈ ബോക്സ് ഉണ്ടാക്കുന്നതാണ് ഫസ്റ്റിലുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ PVC പൈപ്പ് ഉപയോഗിച്ച് ഇതുപോലുള്ള ബോക്സ് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് നിങ്ങൾക്കറിയാം. പിന്നെ നമ്മൾ ലൈറ്റോ മറ്റേ ഔട്ട്പുട്ടൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് DC സോക്കറ്റിൽ ഇത് പെട്ടെന്ന് കേടൊരു സോക്കറ്റ്. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് അങ്ങനത്തെ ഒരു പിന്നാണ് ഇതിൽ കൊടുക്കുന്നത്. ഇത് നമുക്ക് ലൈറ്റിങ്ങിനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. ഇത് ഇനിയിപ്പോൾ ഇവിടെ 2 വയർ ഞാൻ സെപ്പറേറ്റ് ഇട്ട് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഇതിൻ്റെ ഇവിടെ ഒരു ഹോൾസ് ഇട്ടിട്ട് ഇതിലെങ്ങനെ ഇറക്കി കൊടുത്ത് ഇവിടെ ഗമ്മ ഉപയോഗിച്ച് ഒട്ടിക്കാനാണ് ഞാൻ പോകുന്നത്. ഇങ്ങനെ ഒട്ടിക്കും ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഈ 2 വയർ കൊടുക്കും. ഇത് ഫ്യൂസുമെന്ന് നേരെ നമ്മൾ ചാർജ് ചെയ്യുമ്പോൾ ചാർജിങ് പോർട്ട് നമുക്ക് തന്നെ കൊടുക്കണം. അതേപോലെ ഔട്ട് പോർട്ടും ഈ ഫ്യൂസിൽ തന്നെയാണ് പോകുന്നത്. ഇത് പോസിറ്റീവ്, ഇത് നെഗറ്റീവ്, 2 വയർ ഔട്ട് പുട്ട് പണിയുണ്ട്. ഇതിലൊരു സ്വിച്ചും വെച്ചിട്ടുണ്ട്. നമ്മൾ ലൈറ്റൊക്കെ കണക്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ഓണാക്കാനോ ഓഫാക്കാനോ ഈ വയർ ഊരേണ്ട ആവശ്യമില്ലല്ലോ. ഈ സ്വിച്ചിൽ ചെയ്താൽ മതി. ഈ ഫ്യൂസ് അതുപോലെ തന്നെ ഇവിടുന്ന് അയച്ചിട്ട് നമുക്ക് ഫ്യൂസ് മാറ്റിയിടാനൊക്കെ സാധിക്കും. അപ്പം ഇനി ഇത് ഇതിൻ്റെ അകത്ത് വെച്ചിട്ട് നോക്കാം. ഇതിപ്പോൾ ഇങ്ങനെയാണ് വരിക. കുറച്ച് ടൈറ്റ് ഉണ്ട്. ഇനി വയറ് 2 പോസിറ്റീവും നെഗറ്റീവും പുറത്തേക്ക് എടുക്കണം. വയറൊക്കെ വയറിന് ബദൽ ഞാൻ കോപ്പർ വയറാണ് ഉപയോഗിച്ചിട്ടുള്ളത്, കമ്പി. ഇത് നമ്മളെ കേടായൊരു UPS പൊളിച്ചപ്പോൾ അതിൽ നിന്ന് കിട്ടിയതാണ്. നല്ല കമ്പിയാണ്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാം. ഞാൻ ഇതിവിടെ ഇങ്ങനെ സോൾഡർ ചെയ്ത് കണ്ട് ഇതിവിടെ ഒട്ടിച്ചാൽ മതി. ഇപ്പോൾ അതിൻ്റെ പണി കഴിഞ്ഞു. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞുതരാം. അത് BMS കണക്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ പല BMSലും പല രീതിയിലായിരിക്കും എഴുതിയിട്ടുള്ളത്. ഒന്നിമേ ചിലതുമ്പോൾ B1 B2 B3 എന്നുണ്ടാവും, പോസിറ്റീവും നെഗറ്റീവും ഉണ്ടാവും, ഇതുപോലെ ഉണ്ടാവും. ഇത് ചിലതുമ്പോൾ അതിൻ്റെ വോൾട്ടായിരിക്കും ഉണ്ടാകുക. അന്നേരം നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ 0 വോൾട്ട് എന്ന് ഒന്നിൽ എഴുതിയിട്ടുണ്ടാവും. ഈ 0 വോൾട്ട് ഇവിടെ നമ്മൾ വയറൊന്നും സോൾഡർ ചെയ്യാത്ത അതിമൊക്കെ ഈ BMS ഒന്ന് കൊടുക്കുക. 0 വോൾട്ട് ഇങ്ങനെ ഉണ്ടാവും. അതിൻ്റെ തൊട്ടടുത്ത പോസിറ്റീവ്ക്ക് നമ്മൾ കൊടുക്കേണ്ടത് ഇതിൽക്കാണ്. ഇതിൽ 4.2 വോൾട്ട് എന്ന് എഴുതിയിട്ടുണ്ടാവും, അത് കൊടുക്കുക. അല്ലെങ്കിൽ B2. പിന്നെ ഇപ്പോൾ B1ഉം B2 ആയി. ഇനി B3. ഈ പോസിറ്റീവ് B2 ഇത് B1ക്കാണ്. ഇനി B2ക്ക് കൊടുക്കേണ്ടത് 8.4 വോൾട്ട് B2 കൊടുത്തു. അന്നേരം B3 പിന്നെ ബാക്കിയുണ്ട്. B3യിൽ വരുന്നത് 12.6 വോൾട്ട്. ഇത്രയാണ് ഇതിൻ്റെ BMSൻ്റെ കണക്ഷൻ വരുന്നത്. ഇതുപോലെ നോക്കി കൊടുത്താൽ മതി. ഇത് ഞാൻ B1 B2 B3 എഴുതാൻ കാരണം ചില BMSൽ ഇതേപോലെ ആയിരിക്കും ഉണ്ടാകുക. അന്നേരം 0 ഇതിൻ്റെ നെഗറ്റീവിൽ കൊടുക്കുക. പിന്നെ B1 എന്ന് പറഞ്ഞ് ഇതിൻ്റെ പോസിറ്റീവ് കൊടുക്കുക. പോസിറ്റീവിൽ ഇവിടെ കൊടുത്താലും മതി, കുഴപ്പമില്ല, അത് പോസിറ്റീവാണ്. പിന്നെ B2ക്ക് ഇതേമാതിരി കൊടുക്കുക. 8.4 എഴുതിയിട്ടില്ല, B2 ആണ് എഴുതിയില്ല വെച്ചാൽ ഇത് ഇവിടെ കൊടുക്കുക. പിന്നെ ഇവിടെ സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്നിടത്ത് 12.6
6 വോൾട്ട് എന്ന് അതിൽ എഴുതിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ B3 എന്ന് എഴുതിയിട്ടുണ്ടാവും. അവിടെ ഇതിവിടെ കൊടുക്കുക. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ കണക്ഷന്. വരെ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. ഇനി എന്തൊക്കെ സോൾഡർ ചെയ്തതിൽ നമുക്ക് ആവശ്യമുള്ള കളർ അടിക്കാം, നമുക്ക് ഇഷ്ടാനുസരണമുള്ള കളർ ഈ ബോക്സിന് അടിക്കുക. ഇതൊക്കെ ചെയ്തതിന് ശേഷം ഞാൻ അടിച്ച് കാണിച്ചു തരാം. അതുപോലെ തന്നെ ഈ വയർ ഇവിടെ സോൾഡർ ചെയ്തിട്ടുണ്ട്. അന്നേരം ഇതിന് പണി പൂർത്തിയാകും. അപ്പോൾ നമ്മൾ ഈ ബോക്സ് ഉണ്ടാക്കിയപ്പോൾ കുറച്ച് നീളം അധികം ആയിട്ടുണ്ടാക്കിയിട്ടുണ്ട്. അതെന്താ വെച്ചാൽ നമ്മളിതിവിടെ BMS പോയിട്ട് ഷോർട്ടാൻ പാടില്ലല്ലോ. ഇവിടെയൊക്കെ ഇതിൻ്റെ കമ്പികളും വയറുകളൊക്കെ ഉണ്ട്. അതുപോലെ നമ്മൾ കോപ്പർ വയറിനൊക്കെ നമ്മൾ വയർ സ്ലീവ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ടൈറ്റാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലുള്ള കാർട്ടൂൺ ബോക്സിൻ്റെ ഇതിൽ ടൈറ്റാക്കി നല്ലോണം ടൈറ്റാക്കി ഉറപ്പിക്കണം. അതുപോലെ തന്നെ ഇവിടെ എന്തെങ്കിലും ഇതുപോലെ പീസൊക്കെ വെച്ചിട്ട് ഇത് ടച്ചാത്ത കോലത്തിൽ വേണം കൊടുക്കാനായിട്ട്. ഇവിടെ ഇങ്ങനെ 2 പീസ് 3 പീസ് മുറിച്ചിട്ട് എല്ലാം ടൈറ്റാക്കി കൊടുക്കുക. ഇത് ഇളകാനും പാടില്ല. അതുപോലെ തന്നെ നമ്മളെ ഈ ഇതൊന്നും അതിന് പോയി ടച്ചാനും പാടില്ലല്ലോ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ബോക്സ് കുറച്ച് നീളം അധികമായിട്ടുണ്ടാക്കിയിട്ടുണ്ട്. ഇത്രയും നീളം അധികമാണ്. അപ്പോൾ നമ്മുടെ ബാറ്ററിയുടെ വർക്കൊക്കെ കഴിഞ്ഞു. ഇതാണ് ഇപ്പോൾ നമ്മളെ ബാറ്ററി. ഇതിലൂടെ ഒരു ചാർജിങ് പോർട്ട്, ഒരു സ്വിച്ച്, ഒരു ഫ്യൂസ്. ഈ സ്വിച്ച് ഓൺ ഓഫ് അത് ഇതിൽ ഔട്ട്പുട്ട് കിട്ടും. ഇതിങ്ങനെ കൊടുക്കാൻ കാരണം നമുക്ക് വലിയ വയറൊക്കെ കൊടുക്കാൽ കൂടുതൽ വയറൊക്കെ ഇതിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ വോൾട്ടൊന്ന് ചെക്ക് ചെയ്യാം. (12.2 വോൾട്ടാണ് ഇതിൽ കിട്ടുന്നത്. ഇനി ഇതൊന്ന് ചാർജ് ആക്കിയിട്ട് പിന്നെ നമുക്ക് നോക്കാം. അതിന് മുമ്പ് ഞാൻ ഇതിലൊരു LED ലൈറ്റ്, ഇതുപോലുള്ള നല്ല വൈറ്റ്നസ് കിട്ടുന്ന ഒരു LED ലൈറ്റാണ് ഇത്. ഒരു അലുമിനിയം പൈപ്പിൽ ഇത് ഹീറ്റ് സിങ്ക് ആയിട്ട് ഉപയോഗിച്ചേക്കും, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കേടാവും. അപ്പോൾ ഇതൊന്ന് കണക്ട് ചെയ്ത് നോക്കാം. അതിൽ സ്വിച്ച് ഓഫ് ആക്കിയിട്ട് ഇവിടെ ഗ്രൗണ്ട്, കണക്റ്റാക്കി സ്വിച്ച് ഇട്ട് നോക്കാം. നല്ല വൈറ്റ്നസ് ഇട്ടേണ്ടതുണ്ട്. ഇനി നമുക്ക് ലൈറ്റൊക്കെ ഒന്ന് ഓഫാക്കിയിട്ട് നോക്കാം. അപ്പോൾ ഇതിൻ്റെ ലൈറ്റ് മാത്രമാണ് ഇവിടെ ഉള്ളത്. കണ്ടോ, നല്ല വൈറ്റ്നസ് ഉണ്ട്. അത് ഓഫാക്കാം. ഇപ്പം നമ്മൾ 7.12 വോൾട്ടിൻ്റെ 7 ബാറ്ററി ചാർജ് ചെയ്യുന്നൊരു ചാർജറാണ് നമ്മൾ ഇതിന് ഉപയോഗിക്കുന്നത്. ഇതിൽ 14 വോൾട്ടാണ് ഔട്ട്പുട്ട്, 2 ആമ്പിയർ. ഇതുകൊണ്ട് ഇത് ചാർജ് ചെയ്താൽ 6 മണിക്കൂർ കൊണ്ട് ഇത് ഫുൾ ചാർജ് ആവും. ചാർജ് കഴിഞ്ഞ് കട്ട് ഓഫ് ആയാലും നമുക്കറിയാം ഇതിൽ BMS ഉള്ളതുകൊണ്ട് ഒരു പരിധി വരെ ചാർജ് കഴിഞ്ഞാൽ പിന്നെ അത് കട്ട് ഓഫ് ആവും. അതുപോലെ തന്നെ ഫുൾ ചാർജ് ആകുമ്പോൾ കട്ട് ഓഫ് ആവും. ഇനി നമുക്ക് ആദ്യം ഇതൊന്ന് വർക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിൽ ബ്ലൂ ലൈറ്റാണ് കത്തുന്നത്. ഇനി ഇതിൽ കുത്തിയാൽ അത് ചോപ്പ് കത്തണം. ഇപ്പോൾ ചോപ്പ് ലൈറ്റായി, ബ്ലൂ ഓഫായിട്ട് ചോപ്പായി. ഇനി നമുക്ക് ഇത് കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക. അന്നേരം ഇപ്പോൾ ഇതിലെ ഔട്ട്പുട്ടും കൂടെ ഒന്ന് നോക്കാം ഇപ്പോൾ എത്ര ഉണ്ട് എന്നുള്ളത്. അന്നേരം എത്ര വോൾട്ടാണ് ചാർജിങ് എടുക്കുന്നത്. 14 വോൾട്ടാണല്ലോ നമ്മൾ ചാർജർ. അതിനായിട്ട് നമ്മൾ ഈ ഇതിന് ലൈറ്റ് ഇതിന്ന് ഡിസ്കണക്ട് ചെയ്യേണ്ടതുണ്ട്. സ്വിച്ച് ഓൺ ആക്കിയിട്ട് ഇവിടെ വെച്ച് നോക്കാം. ഇതിൽ രണ്ടിട്ടില്ല, അടിയിൽ തന്നെ കൊടുക്കണം.
ഇപ്പോൾ 12.3 ഇത് ഇനി കുറച്ച് കഴിയുമ്പോഴേക്ക് 14 വോൾട്ടാണ് നമ്മൾ ഇത് കൊടുത്തത്, അന്നേരമാണ് ഇത് കട്ട് ഓഫ് ആകുക. ഇനി ഫുൾ ചാർജ് ആയിട്ട് കാണിക്കാം. അപ്പോൾ നമ്മുടെ ബാറ്ററി ഫുൾ ചാർജ് ആയിട്ടുണ്ട്. ഇത് ബ്ലൂ ലൈറ്റ് കത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ എത്രയാണ് ഔട്ട്പുട്ട് വോൾട്ടേജ് വരുന്നത് നോക്കാം. ഇപ്പോൾ ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. 15.4 വോൾട്ടാണ് ഔട്ട്പുട്ട് കാണിക്കുന്നത്. അന്നേരം ഇപ്പോൾ ബാറ്ററി ചാർജ് എടുക്കുന്നില്ല എന്നുള്ളത് മനസ്സിലാക്കാം. ഇനി നമുക്ക് ഈ സ്വിച്ച് ഒന്ന് ഓഫാക്കി വെക്കാം. നമ്മുടെ ചാർജറിൻ്റെ ഇപ്പോൾ 12 വോൾട്ട് ഞാൻ പറഞ്ഞില്ല. ഇത് ശരിക്കും ഇത് 12.6 കാണിക്കണം, അല്ലെങ്കിൽ ഒരു 4 കാണിക്കണം. അതിപ്പോൾ നമ്മൾ ആ ബാറ്ററി സോൾഡർ ചെയ്തെടുത്ത് വന്ന ഒരു ഫാൾട്ടാണ്. അപ്പോൾ എല്ലാവരും ബാറ്ററിയൊക്കെ ഒരേ ലെവലിലാക്കിയിട്ട് വേണം സോൾഡർ ചെയ്യാൻ. ഇപ്പോൾ ഈ ബാറ്ററിൻ്റെ ചാർജിങ് നടക്കുന്നത് ആദ്യം ഏത് ബാറ്ററി ചാർജ് ആകുന്നത് ആ വോൾട്ടിലാണ് മറ്റുള്ള ബാറ്ററികളൊക്കെ ചാർജ് ആകുന്നത്. അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ ആംബിയർ നോക്കിയിട്ട് എല്ലാം ഒരേ ആംബിയറുള്ള ബാറ്ററി തന്നെ ഉപയോഗിക്കുക. പിന്നെ ഇനിയിപ്പോൾ നമ്മൾ മിക്സ് ആയിട്ടുള്ള ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആംബിയറൊക്കെ കുറഞ്ഞ് ബാറ്ററിയുടെ പെർഫോമൻസ് ഒക്കെ എല്ലാം കുറഞ്ഞു പോകും. അത് വിഷയമില്ലാത്തവർക്ക് അങ്ങനെ ചെയ്യാം. നമ്മൾ പഴയ ലാപ്ടോപ്പിൻ്റെ ബാറ്ററിയൊക്കെ ഉപയോഗിച്ചിട്ടാണെങ്കിൽ നമ്മൾ പലതും മിക്സ് ആക്കിയിട്ടായിരിക്കും ചെയ്യുക. അങ്ങനെ ചെയ്തുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ എങ്കിലും വോൾട്ട് ഒരു 3.7 വോൾട്ടാണുള്ളത്, 4.2 ഫുൾ ചാർജ് ആകുമ്പോൾ. അങ്ങനെ ചെയ്തതിൻ്റെ ശേഷം ഫുൾ ചാർജ് ആക്കിയതിൻ്റെ ശേഷം ചെയ്ത ആംബിയറിലുള്ള മാറ്റം വരും, മറ്റു പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയാണ്. എല്ലാവരും ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് അടിക്കുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി പുതിയൊരു വീഡിയോ ആയിട്ടും വരുന്നവരെല്ലാവർക്കും നമസ്കാരം.